ഈ ലാസർ വീണ്ടും മരിച്ചു. വിധവയുടെ മരിച്ചില്ലേ? യേശു ഉയർപ്പിച്ചവരൊക്കെ മരിച്ചു. ഏലിയാവും ഏലീശായും ഉയർപ്പിച്ചവർ മരിച്ചില്ലേ? മരിച്ചു. അവരാരും ഇന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു? ഈ മരിച്ചവരിൽ നിന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരിൽ ഒരിക്കലും മരിക്കാതെ വണ്ണം അമർത്യമായ ശരീരത്തിൽ ഉയർപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു മാത്രമാണ്. അവൻ ആദ്യഫലം, മരിച്ചവരിൽ ആദ്യഫലമാണ് അവൻ. അതെ, പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി. മനസ്സിലായോ? അപ്പം അമർത്യതയുള്ള ശരീരത്തിൽ ഈ ഉയർപ്പിക്കപ്പെട്ട ലാസറും നയനവിധവയുടെ മകനും ഈ സാരാപത്തെല്ലാം എന്ത് ചെയ്യുന്നു? മർത്യമായ ശരീരത്തിൽ തന്നെ ഉയർപ്പിക്കപ്പെട്ടത്. ശരിയല്ലേ? ആന്നു. എന്നാൽ അമർത്യതയുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു മാത്രമാണ്. ഇനി മരണമില്ലാത്ത വിധത്തിൽ എന്നേക്കും അമർത്യതയുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റതിന്റെ യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തിലെ എല്ലാ മഹാന്മാരും കല്ലറകളിൽ ഒതുങ്ങിയപ്പോൾ എന്റെ യേശു ഇന്നും അതേ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. മാത്രം ഇടുന്നു മതി. അപ്പൊ യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതൻ. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് അവൻ. സ്തോത്രം. കർത്താവിന് 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ. അതായത് വിദ്വാൻമാർ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ കൊടുത്ത 3 വസ്തുക്കൾ. അവൻ ആരാണെന്ന് അവൻ പ്രവാചകനാണ്, എന്ത് ചെയ്യുന്നു? അവൻ പുരോഹിതനാണ്, അവൻ രാജാവാണെന്ന്. അവൻ രാജാവായി വന്നിട്ടില്ല, അവൻ രാജാവാകും.